നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 2 കുട്ടികൾക്ക് കടിയേറ്റു. കടിയേറ്റത് കണ്ണിനും നെഞ്ചിനും തലയ്ക്കും. ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിൽ അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണെന്ന് വീട്ടുടമയായ ഡോക്ടർ. വ്യക്തത ലഭിക്കാൻ ഫോറൻസിക് സംഘം വരണം. മദ്യലഹരിയിൽ 80-കാരി ആക്രമിച്ച പോലീസുകാരനും സുഹൃത്തും അറസ്റ്റിൽ. സംഭവം കാട്ടാക്കട പൂവച്ചലിൽ. ക്രൂരത ഭിക്ഷ തേടിയെത്തിയ വയോധികയ്ക്ക് നേരെ. അമ്മു സജീവന്റെ മരണത്തിൽ 2 പേർക്കെതിരെ നടപടി. കോളേജ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും സസ്പെൻഷനിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശ പോരാട്ടം. കണ്ണൂർ, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ ഒപ്പത്തിനൊപ്പം. കൂടുതൽ പോയിന്റ് നേടി ആലത്തൂർ PSS ഗുരുകുലം. വിശദമായി നോക്കാം. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 2 കുട്ടികൾക്ക് കടിയേറ്റു. 7 വയസ്സുകാരി ആയിഷമി, 4 വയസ്സുകാരൻ ദർശിത് എന്നിവർക്കാണ് കടിയേറ്റത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. ആക്രമണത്തിൽ ആയിഷമിയുടെ വലത് കണ്ണിനും തലയ്ക്കും പരിക്കേറ്റു. ദർശിതിന് നെഞ്ചിലാണ് കടിയേറ്റത്. കണ്ണൂർ കാക്കയങ്ങാട് പുലി കെണിയിൽ കുടുങ്ങിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. അസ്വാഭാവികമായി പുലി കെണിയിൽ കുടുങ്ങിയ സംഭവത്തിലാണ് കേസെടുത്തത്. വനംവകുപ്പ് കൊട്ടിയൂർ റേഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. വളയഞ്ചാൽ RRT ഓഫീസിൽ പാർപ്പിച്ചിരിക്കുന്ന പുലി ആരോഗ്യവാനാണ്. ഇന്നലെയാണ് 4-നും 5-നും ഇടയിൽ വയസ്സ് പ്രായമുള്ള ആൺപുലി പന്നിക്കെണിയിൽ കുടുങ്ങിയത്. പിന്നീട് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടുകയായിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ പോസ്റ്റ് ഓഫീസ് തകർത്ത് കാട്ടാന. സിങ്കോണ എസ്റ്റേറ്റ് ഭാഗത്താണ് ആക്രമണം. 9 കാട്ടാനകൾ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. മാനാമ്പള്ളിയിൽ നിന്നുള്ള വനപാലകർ ആനകളെ വനത്തിലേക്ക് തുരത്തി. കൊച്ചി വൈപ്പിനിൽ ലൊക്കേഷൻ പരിശോധിക്കാൻ എത്തിയ ആർട്ട് ഡയറക്ടർ ചതുപ്പിൽ താഴ്ന്നു. ആർട്ട് ഡയറക്ടർ നിന്മേഷാണ് ചതുപ്പിൽ താഴ്ന്നത്. വൈപ്പിൽ NLG ടെർമിനലിന് മുന്നിലുള്ള പൈലിംഗ് ചെളി നിറഞ്ഞ ചതുപ്പിലാണ് സംഭവം. ദിലീപ് നായകനാകുന്ന ഭ ഭ ബ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടി ലൊക്കേഷൻ പരിശോധിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഫയർഫോഴ്സ് എത്തിയാണ് നിമേഷിനെ രക്ഷപ്പെടുത്തിയത്. മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം. സർക്കാരിന്റെ ചികിത്സാ ആനുകൂല്യം കിട്ടാൻ ഒരാൾ എത്രത്തോളം ദരിദ്രനായിരിക്കണം, എത്രത്തോളം അവശനായിരിക്കണം? ഇടുക്കി വാഴവരയിൽ ചികിത്സാ ആനുകൂല്യത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന വാഴവര സ്വദേശി കുറുമ്പൻ കുഞ്ഞുമോന്റെ കഥ കാണുക. ഹൃദ്രോഗിയാണ് കുഞ്ഞുമോൻ. പിന്നീട് നാഡീ സംബന്ധമായ അസുഖവും പിടിപെട്ടു. ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി. ഭാര്യ മാത്രമാണ് കൂടെയുള്ളത്. തുടർ ചികിത്സയ്ക്കായി ധനസഹായം കിട്ടാൻ വർഷങ്ങളായി പട്ടികവർഗ ഓഫീസ് കയറിയിറങ്ങുകയാണ് കുഞ്ഞുമോൻ. ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പട്ടികവർഗത്തിൽ പെട്ട ഹിന്ദുമല്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് ഓരോ സർക്കാരും പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫണ്ടുകളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ചെന്ന് കഴിയുമ്പോൾ 100 100 കടലാസുകൾ അവർ ചോദിക്കുന്നു. ഈ കടലാസുകളെല്ലാം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഓരോ ഒഴിവ് അവർ പറഞ്ഞു തരും. അങ്ങനെ കാര്യങ്ങൾ താലൂക്ക് മുതൽ വില്ലേജ് മുതൽ കളക്ടർ ഓഫീസ് വരെ നമ്മൾ ഇതും കൊണ്ട് വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നടന്നു കഴിഞ്ഞപ്പം ഈ 2000 രൂപ തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അപേക്ഷ ഈ മന്ത്രി മുതൽ താഴോട്ടുള്ളവർക്കെല്ലാം അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അവർ ഓരോന്ന് അവർ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി കൊണ്ടുവരുന്ന ചെറിയ തുക കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞുമോന്റെ ചികിത്സ. എല്ലാ മാസവും ആശുപത്രിയിൽ പോയി വരണം. വണ്ടിക്കൂലിക്ക് പോലുമുള്ള പണമില്ല. ജനപ്രതിനിധികൾക്കെല്ലാം കുഞ്ഞുമോൻ പരാതി നൽകി. പക്ഷെ കുഞ്ഞുമോന്റെ ദുരിതത്തിന് മാറ്റമില്ല. ന്യൂസ് 18 ഇടുക്കി.
പാലക്കാട് തൃത്താലയിൽ സ്റ്റുഡന്റ് സഭ സംഘടിപ്പിക്കുന്നു. എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാർലമെന്ററി നടപടികൾ, മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ, മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ തുടങ്ങിയവയിൽ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. മന്ത്രി എം പി രാജേഷുമായി വിദ്യാർത്ഥികൾ സംവദിക്കും. പത്തനംതിട്ട കൊടുമൺ ഐക്കാട് ITI വിദ്യാർത്ഥിയെ കാണാതായി. ചിത്ര സ്വദേശി പ്രശാന്തിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ ചിത്രയിലുള്ള വാടക വീട്ടിൽ നിന്നും ITIയിലേക്ക് പോയതാണ്. ചിത്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർകോട് പിതാവിനെ തലക്കിടിച്ചു കൊന്ന കേസിലെ പ്രതിയായ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിക്കര സ്വദേശി പ്രമോദാണ് മരിച്ചത്. പിതാവ് അപ്പക്കുഞ്ഞിയെ കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് പ്രമോദ് കൊലപ്പെടുത്തിയത്. ജയിലിലായിരുന്ന പ്രമോദ് കഴിഞ്ഞ ഒക്ടോബറിലാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. തൃശൂർ കുന്നംകുളത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ കാർ ഇടിപ്പിച്ച് തെറിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ സംഭവമുണ്ടായത്. 9-കാരി പാർവണയ്ക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ കസ്റ്റഡിയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. തിരുവനന്തപുരത്ത് 80 വയസ്സുകാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച പോലീസുകാരനും സുഹൃത്തും അറസ്റ്റിൽ. കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം. ഭിക്ഷ തേടിയെത്തിയ വയോധികയാണ് ഇരുവരും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ആക്രമിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലു, സുഹൃത്ത് പൂവച്ചൽ സ്വദേശി സജിൻ എന്നിവർ ചേർന്നാണ് 80 വയസ്സുകാരിയെ ആക്രമിച്ചത്. പാലേലി സ്വദേശി അമലാവതിക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. വീടുകളിൽ ഭിക്ഷയാചിച്ച് വൃദ്ധ എത്താറുണ്ട്. സജിൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു പ്രതികൾ. വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന പണമടങ്ങിയ സഞ്ചി പ്രതികൾ പിടിച്ചു വാങ്ങി. തുടർന്ന് വീടിനുള്ളിലേക്ക് ബലമായി വലിച്ചു കയറ്റി മുറിയിൽ പൂട്ടിയിട്ട് ശാരീരികമായി ഉപദ്രവിച്ചു. പിടിച്ച് തള്ളിയിട്ടോ പള്ളി കിടക്കണില്ലേ, അവൻ തന്നെ പിടിച്ചത്. എത്ര രൂപ കാട്ടാക്കട പാല് 10,400 രൂപ ഉണ്ടായിരുന്നു. വൃദ്ധയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ കാട്ടാക്കട പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസറായ ലാലു നിലവിൽ സസ്പെൻഷനിലാണ്. തുടർച്ചയായി ഡ്യൂട്ടിക്ക് ഹാജരാകാത്തതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. ഇതിനിടയിലാണ് വൃദ്ധയെ ആക്രമിച്ച സംഭവത്തിന്റെ ആഘാതത്തിൽ രക്തസമ്മർദ്ദം കുറഞ്ഞ വൃദ്ധയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 2 പേർക്കെതിരെ നടപടി. ചുട്ടിപ്പാറ SME കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ N അബ്ദുൽ സലാമിനെയും സൈക്കാട്രി അധ്യാപകൻ സജിയെയുമാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമാണ് സസ്പെൻഡ് എന്ന് SME ഡയറക്ടർ അറിയിച്ചു. കലോത്സവ വാർത്തകളിലേക്ക്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ചാൾസ് രാജാവിനോട് യുദ്ധത്തിനൊരുങ്ങുന്ന ദുഷ്ടനായ രാജാവ്. ഒടുക്കം ദുഷ്ടനായ രാജാവിന്റെ സേനയെ ഒറ്റയ്ക്ക് പൊരുതി ചാൾസ് രാജാവിനെ യുദ്ധത്തിലൂടെ വിജയിപ്പിക്കുന്ന ജോവാന്റെയും കഥയായ വിശുദ്ധ ജോവാൻ തകർത്താടുകയാണ് സംസ്ഥാന കലോത്സവത്തിലെ വേദി 4-ൽ. ജോവാൻ എങ്ങനെ യുദ്ധത്തിനെത്തി എന്ന കഥ പറയുകയാണ് പട്ടം സ്കൂളിലെ മത്സരാർത്ഥികളും പരിശീലകനും. വേദി 4-ല് ചവിട്ട് നാടകം തകൃതിയായിട്ട് നടക്കുകയാണ്. നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പട്ടം സ്കൂളിൽ നിന്നാണല്ലേ? പട്ടം ഗേൾസിൽ പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പുരുഷ വേഷമാണെങ്കിൽ ഇതിനുള്ളിലൊക്കെ ഒരു സ്ത്രീ ഹൃദയമുണ്ടല്ലേ? വേദിയിലിരുന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. എങ്ങനെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രാക്ടീസൊക്കെ അടിപൊളിയായിരുന്നു. സ്കൂളും സാറും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പാരൻസ് ഉൾപ്പെടെ നല്ല സപ്പോർട്ട്. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി. മൊത്തം അതിന്റെ സ്റ്റോറി എന്താ? ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 19 ആ ഒരു പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ അരുൾ വരുവാണ്, ഈ നാടിന് പ്രശ്നം വരാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പം അത് അഭിനയിച്ചിരിക്കുന്നത് ജോവാനായിട്ട്. ജോവാനാണ് മെയിൻ ക്യാരക്ടർ. ഞാനതിൽ ദുഷ്ടൻ രാജാവായിട്ടാണ് ചെയ്യുന്നത്, ഇത് നല്ല രാജാവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ യുദ്ധമാണ് കാണിക്കുന്നത്. എന്നെ തോൽപ്പിക്കുന്നതായിട്ടാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നല്ല രാജാവും നായികയും പറ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് കളിച്ചു. നമുക്ക് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ജോവാൻ
നായികയുടെ പേര് ജോവാൻ. നല്ല ടീമായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റേറ്റ് വരെ നമ്മൾ ചവിട്ടാടാൻ എത്തിയ തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും മറക്കില്ല നമ്മളത്. നമ്മുടെ പ്രിയപ്പെട്ട സാറ് പൊളിയായിട്ടാണ് പഠിപ്പിച്ചത്. നമ്മളെ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഞങ്ങൾ സഹിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഫലം ഇന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സാറ് ഇവരെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ എങ്ങനെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? പ്രാക്ടീസ് ഞാൻ മാത്രമല്ല, മകനും ഉണ്ടായിരുന്നു. ഋതുൽ എൻ്റെ മകനും കൂടെ ഉണ്ട്. വന്നിട്ടുണ്ടോ? കൂടെ വന്നിട്ടുണ്ടോ? അവനായിരുന്നു കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അവനാണ്. ഞാൻ ഇടയ്ക്കേ ചെല്ലാറുള്ളൂ. ഞാൻ പിണങ്ങാൻ മാത്രമേ ഇവരെ ചെല്ലാറുള്ളൂ. ഇല്ലട്ടോ, സ്നേഹം കൊണ്ടാണ്. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ ഇവരെ കാണുന്നത്. അവനും അങ്ങനെ തന്നെ നല്ല സ്നേഹത്തിലാണ്. പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ് കളിക്കുന്നത്. നമ്മൾ അനുസരണമുള്ള പിള്ളേരാണ്. സാധാരണ ഇങ്ങനത്തെ സ്കൂളുകളിലൊക്കെ അങ്ങനെ കിട്ടാൻ അപൂർവമാണ്. പക്ഷെ നല്ല പിള്ളേരുകളാണ്. 2 പിള്ളേരെയും ഹയർ സെക്കൻഡറി പിള്ളേരെയും കിട്ടിയത് നല്ല പിള്ളേരാണ്. അവർ നല്ലോണം പറഞ്ഞു കൊടുക്കണതൊക്കെ മനസ്സിലാവുന്നുണ്ടായി. സാധാരണ ചവിട്ടുനാളം അറിയാൻ പാടില്ലാത്ത പിള്ളേരൊക്കെ പറഞ്ഞെടുത്ത് പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും ഒരു നല്ല പിള്ളേരായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത പിള്ളേരുകളെല്ലാം എല്ലാ സ്കൂളിൽ തന്നെയൊക്കെ നല്ല പിള്ളേരുകളാണ്. നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ കയറി നല്ലോണം കളിക്കുകയും ചെയ്തത്. എൻ്റെ പേര് റോയി ജോർജ് കുട്ടി. അപ്പോൾ രണ്ടാമത്തെ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിൻ്റെ മകൻ അല്ലേ? മകൻ്റെ പേരെന്താണ്? ഋതുൽ റോയ്. അപ്പോൾ ഇത്രയും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസാണിത്, ചവിട്ട് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഇനി സെലക്ട് ചെയ്യാൻ വേണം സ്റ്റുഡൻസിനെ. ആ ഒരു ടാസ്ക് എങ്ങനെയായിരുന്നു? അത് ഓരോരോ ചുവടുകൾ കളിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് നല്ലോണം കളിക്കുന്ന പിള്ളേരാകുമ്പോൾ സെലക്ട് ചെയ്ത്. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? ആ ചവിട്ടാടത്തിനെ പറ്റി ഒരു കഥ ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ് ചവിട്ടാടം വന്ന ടൈം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇവരുടെ ഓരോരുത്തരും ഇട്ടിട്ടുള്ള ഈ കിരീടവും കോസ്റ്റ്യൂമും ഒക്കെ വേറെ വേറെയാണ്. അതിനൊക്കെ എന്തെങ്കിലും കഥയുണ്ടാവുമല്ലോ? അത് രാജാവും മന്ത്രിക്കൊക്കെ വേറെ സെപ്പറേറ്റ് തൊപ്പികളാണ് തന്നെ. ഭടന്മാർക്ക് പിന്നെ സെയിം ഒരേപോലത്തെ തൊപ്പികൾ. രാജാവിൻ്റെ തന്നെ 2 രാജാക്കന്മാർക്ക് 2 തൊപ്പിയാണ്. ഒരു പിന്നെ മന്ത്രിക്ക് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ജോവാൻ ഓഫ് ആർക്ക് എടുക്കുന്നതിന് അത് വേറെ ആയിരിക്കും. ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം സേനയിൽ ചേരുന്ന കഥ വരെയാണ് നമ്മളെടുത്തത്. ചേർന്നതിന് ശേഷം ഇവരുടെ വേഷമാണ് ധരിക്കണേ. അത് മരണം വരെ ഇങ്ങനെ ആയിരിക്കുള്ളൂ. പുരുഷ വേഷത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവിതം മുന്നോട്ട് പോണേ. അവസാനം മന്ത്രവാദിയെന്ന് മുദ്രകുത്തി തീച്ചുളയിലെറി 19ാമത്തെ വയസ്സിൽ അങ്ങനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചൊരു വനിതയാണ് നമ്മുടെ ജോവാൻ ഓഫ് ആർക്ക്. ചരിത്രമുള്ളതാണ്. അതൊരു വിശ്വാസവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന കഥ 2 മണിക്കൂർ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് 20 മിനിറ്റ് ചുരുങ്ങിയ ഒരു അളവിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. സേനയിൽ വന്ന് ചേരുന്നത് മാത്രമായിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ. ഇവിടുന്ന് ജോവാൻ ഒരു സൈഡിൽ നിന്ന് ചിരിക്കുകയാണ്. ഞാൻ ഇത്ര വലിയൊരു സംഭവമായിരുന്നു. അതെ, സാധാരണ ചേരുന്ന ഇതുവരെയുള്ള ചിരിച്ചു കളിച്ചുള്ളതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് വന്ന് ഇതായിട്ട് നേതാവായിട്ടൊക്കെ നിന്ന് ഉള്ള ഇതാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അയ്യോ ഞാൻ മരിക്കോ, അയ്യോ ഞാൻ തട്ടിപ്പോകുന്നു. നമ്മളൊക്കെ കണ്ടിട്ടുള്ള സ്റ്റേജിൽ വേദിയിൽ കണ്ടിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചവിട്ട് നാടകത്തിന് ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴായിരിക്കും എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവുക. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. കലോത്സവത്തിലെ 1ാം വേദിയുടെ തൊട്ടരികിൽ ഒരു സ്റ്റാൾ ഉണ്ട്. കേരള പോലീസ് അസോസിയേഷന്റെ സ്റ്റാൾ ജനപ്രീതി നേടി മുന്നോട്ട് പോവുകയാണ്. സുരക്ഷ മാത്രമല്ല, കരുതൽ കൂടിയാണിവിടം. മത്സരം കഴിഞ്ഞ് വിശന്നു വരുന്ന കലാപ്രതിഭകൾക്ക് ഒരിടമുണ്ട്. മനസ്സും വയറും നിറയ്ക്കാൻ കഴിയുന്ന ഒരിടം. കലാപ്രതിഭകൾക്ക് മാത്രമല്ല, അവരുടെ കൂടെയുള്ള മാതാപിതാക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും ഇവിടെ പങ്കുചേരാം. പോലീസിന്റേതാണ് ഈ കരുതൽ. കേരള പോലീസ് അസോസിയേഷൻ നടത്തുന്ന ഈ സ്റ്റാള് വർഷങ്ങളായി കലോത്സവ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചുറ്റും തിരക്കാണ്, എപ്പോഴും ആളുകളുമാണ്. ഫണ്ട് ശേഖരിക്കാൻ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാറില്ല. എല്ലാ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് അവരവരുടെ സംഭാവനകൾ ചേർത്ത് നിർത്തിയാണ് വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നത്. കപ്പ മുതൽ ഐസ്ക്രീം വരെയുണ്ട് ഈ സ്റ്റോളിൽ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും കൂടി സംയുക്തമായാണ് ഈ കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും അവരെ അനുഗമിക്കുന്ന അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ഇവിടെ എത്തുന്ന ആ ഒരു വലിയ ക്രൗഡിന് ഇത്തരത്തിൽ ഒരു ലഘു ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ എത്തുന്നവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാവിലെ മത്സരങ്ങൾ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ വൈകുന്നേരം എത്ര രാത്രി വൈകിയാൽ ഇത് അവസാനിച്ചാലും ആ സമയം വരെ ഇത് തുടർന്നു വരുന്ന രീതിയാണ് തുടർന്നു വരുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന സ്റ്റാള് കലോത്സവം തീരുന്നത് വരെ ഉണ്ടാകും. അതിനനുസരിച്ച് എത്ര പേർ വന്നാലും
ആരും നിരാശരായി മടങ്ങിപ്പോകേണ്ടി വരില്ല. ഇവിടെ ഭക്ഷണവും മറ്റു വസ്തുക്കളും നിറഞ്ഞുകൊണ്ടേയിരിക്കും. ചുക്ക് കാപ്പിയാണ്. ഇവനാണ് ഇന്നിവിടുത്തെ വൈകിട്ടത്തെ താരം. ഇങ്ങനെ കപ്പ തൊട്ട് ഐസ്ക്രീം വരെ ഇവിടെ ഉണ്ട്. കലാപ്രതിഭകൾക്കും അവർക്ക് വരുന്ന കുടുംബങ്ങൾക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയായി കേരള പോലീസ് അസോസിയേഷൻ നടത്തുന്നതാണ്. വർഷങ്ങളായി തുടരുകയാണ്. ഇക്കൊല്ലവും അതിന് മാറ്റമൊന്നുമില്ല. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, ന്യൂസ് 18. ആഹാ, ഗംഭീര ഐറ്റമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പുതിയ മത്സരയിനമായ മലയപ്പുലയാട്ടം മലപ്പുറത്ത് നിന്ന് വന്ന ഈ മത്സരാർത്ഥികളെ പഠിപ്പിച്ചത് 4 അധ്യാപകരാണ്. കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഈ കലാരൂപം കുട്ടികൾക്ക് വേണ്ടി പഠിച്ചെടുത്തതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ അധ്യാപകർ. ഇവര് മലപ്പുറത്തെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ പച്ച ഡ്രസ് ഇട്ട ആൾക്കാരാണ് ഇവരെ ടീച്ചേഴ്സാണ്. ഇവരാണ് ഇവരെ ഈ മലപ്പുലിയ നൃത്തം പഠിപ്പിച്ചത്. സാധാരണ എല്ലാവർക്കും പരിശീലകന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ എവിടെ നിന്ന് ഇത് പഠിച്ചത്, ഈ ഡാൻസ് പഠിച്ചത്? ഞങ്ങൾ ശരിക്കും ആരും ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ കല ഇങ്ങനെ കൊണ്ടുവന്നപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് അതൊന്ന് വരണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലിലും ഈ ഒരു ട്രൈബൽ ഡാൻസിനെ കുറിച്ച് ചെറിയൊരു പഠനം നടത്തി കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് കൊടുത്തു. പിന്നെ അത്രയും കഴിവുള്ള അവരെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം അവരും ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ വരെ എത്തി. ഈ സംഗീതമില്ലാത്തൊരു നൃത്തം, അതാണ് മലപ്പുലി ആട്ടം. അപ്പോൾ ഈ ബാക്കിയുള്ള വാദ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പേരും അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്താ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻസും കാര്യമായിട്ടില്ലാതെ പൂജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാർ. ഞങ്ങൾക്കൊരു ഫണ്ട് ഇറക്കിയിട്ട് ഒരാൾ പഠിപ്പിക്കാനോ അങ്ങനത്തെ ഒരു സോഴ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ കിട്ടുന്ന ചില ഈ നാടൻ പാട്ടും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ അന്വേഷിച്ച് കുറേ ഗൂഗിൾ ഇതൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആക്കിയത്. മലപ്പുറത്ത് ഏത് സ്കൂളിൽ നിന്നായിരുന്നു? ഞങ്ങൾ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടക്കൽ. സ്റ്റേജിൽ തകർത്താടിയ ആൾക്കാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. എടാ, നിങ്ങളുടെ കൊട്ടടിപൊളിയായിരുന്നു. ഇതെങ്ങനെ പഠിച്ചെടുത്തു? ഞങ്ങൾ സാധാരണ വീഡിയോ കണ്ട് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ഇവന് കൊട്ടുന്നതാണ്. കൊട്ടാൻ പഠിച്ചിട്ടുണ്ട്. അമൽദേവ്. അമൽദേവ് അല്ലേ മറ്റേ സ്പീഡിലുള്ള കൊട്ട് കൊട്ടിയത്? അതെങ്ങനെ കൊട്ടൊന്ന് കാണിച്ചേ, ഒന്ന് കൊട്ടി. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? ഇത് എന്തിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാ? പോത്തിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കി. ഇതിന് തമ്പോല എന്നാണ് പറയാ ശരിക്കും. പക്ഷെ ഇത് വേറൊരു ടൈപ്പ് ഇനത്തിലുള്ളൊരു സാധനമാണ്. ഇതിന്റെ കറക്റ്റ് പേരിക്കറിയില്ല. ഇത് ആടിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയത്. പോത്തിന്റെ തോല്. ഈ ഉപകരണത്തിന് എന്താ പറയാ? ഇപ്പൊ നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറെ കുത്തൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ചരിത്രം ഉണ്ടാവുമല്ലോ. മാർ പറഞ്ഞ പോലെയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഇതേമാതിരി തുടങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു. ഇതേമാതിരി മൈക്കിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പുതിയൊരു ഐറ്റം താല്പര്യമുള്ളവർ വരിക പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നു. അല്ലാതെ നമുക്ക് ഈ ഡ്രസ്സിങ് ഒന്നും അറിയില്ല. നമ്മൾ മിസ്സുമാർക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തു. നല്ല കളറാണ് പറഞ്ഞു, മിസ്സുമാരെടുത്തു. അത്രേ ഉള്ളൂ. ഈ പൊട്ടിന് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഓരോ അത്രയാ നമുക്കത്ര അറിയുള്ളൂ. പിന്നെ മിസ്സുമാരും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ പരിശീലിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരാളില്ലാതായിട്ടും നിങ്ങൾ ഇത്രയും സൂപ്പറായിട്ട് ഇവരെ പരിശീലിപ്പിച്ചെടുത്തു. അപ്പൊ നിങ്ങൾക്ക് വേണം ഒരു കയ്യടി തരാൻ. എല്ലാരും ഒരു കയ്യടി കൊടുത്തോ. മലപ്പുറത്ത് നിന്നെത്തി ഈ ടീം വേറൊരു ലെവലാണ്. പരിശീലിപ്പിക്കാൻ ഒരു ഇല്ലാതെ ഇരുന്ന സ്കൂളിൽ നിന്നാണ് ഇവർ വരുന്നത്. ടീച്ചേഴ്സ്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. സന്തോഷിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. സാമൂതിരിയുടെ നാട്ടിൽ നിന്നും തലസ്ഥാനത്തെത്തിയ ഒരു ദഫ്മുട്ട് ടീമിനെ പരിചയപ്പെടാം. കോഴിക്കോട്
തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദഫ്മുട്ടിയും പൊളിയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡഫ്മുട്ട് ടീമാണ് എന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവർ സ്റ്റേജിൽ കാണിച്ചതെന്ന് നമുക്ക് കാണാം. തുടങ്ങാല്ലേ? 3, 2, 1 തുടങ്ങട്ടെ. ഈ അടിപൊളി ടീമിന്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി അറിയാം. എങ്ങനെയാണ് ഈ ടീം ഉണ്ടായത്, എത്ര നാൾ കൊണ്ടുള്ള പ്രാക്ടീസ് ആണെന്നൊക്കെ നമുക്കറിയാം. എന്താണ് പേരെന്താണ്? പേര് അൽ അമീഖ്. അൽ അമീഖ്, എത്ര നാൾ കൊണ്ട് നിങ്ങൾ ചെയ്തെടുത്ത പ്രകടനമാണിത്? നിങ്ങൾ എത്ര നാളത്തെ പരിശ്രമമാണ്? ഞങ്ങളിത് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ 5 മാസമായിട്ട് പഠിക്കുകയാണ്. ഞങ്ങളിത് കലോത്സവത്തിന് വേണ്ടി മാത്രമല്ല ശരിക്കും പഠിക്കുന്നത്. ഇതൊരു നാടൻ കല എന്ന രൂപത്തിൽ പഠിച്ചു വരുന്നതാണ്. ഞാൻ 9ാം ക്ലാസ് തൊട്ട് ദഫ്മുട്ട് പഠിക്കുന്നുണ്ട്. ഇതിലുള്ള പലരും 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ് തൊട്ട് പഠിച്ചവരുണ്ട്. കാപ്പാട് നിന്നാണ്, തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ പേരൻസും സ്കൂളിലെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 32 വർഷമായിട്ട് തിരുവങ്ങൂർ സ്കൂള് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഫസ്റ്റ് അടിക്കുന്നുണ്ട്. ഇപ്പം ഗ്രേഡാണ്, എ ഗ്രേഡ് ആയതുകൊണ്ട് കുറച്ച് കാലം എ ഗ്രേഡാണ്. ഇതിൻ്റെ മുമ്പ് വരെ ഫസ്റ്റ് കിട്ടിയിരുന്ന സ്കൂളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ കാരണവും. ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും ഞങ്ങൾക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ കലോത്സവത്തിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഒത്തൊരുമയും പ്രകടനമൊക്കെ? കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ നല്ല കളിച്ചിരുന്നു. ജില്ലയിലും അതിനേക്കാൾ മേലെ ഇത്തവണ വന്നിട്ടുണ്ട്. ഓ ഷുവറായി, ആത്മവിശ്വാസമുണ്ട്. ഓ ഉണ്ട്, നല്ലോണം മേലെ വന്നിട്ടുണ്ട്. ഇനി തുടർന്നുള്ള കലോത്സവ വേദികളിലും നിങ്ങൾ എല്ലാവരും ടീമായിട്ട് വരട്ടെ, ഇതേ എനർജി ഇത് കൂടട്ടെ, ഇനിയുള്ള കലോത്സവങ്ങളിലും അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഡഫ്മുട്ട് ടീമിന് എല്ലാ ആശംസകളും, എല്ലാ രീതിയിലും തുടർന്നും അവരുടെ പ്രകടനങ്ങൾ ഉണ്ടാവട്ടെ. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, News 18. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഈ ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോർട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം. പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്.